അപ്രയം തിരുമേനിയായിട്ട് എനിക്ക് 3-ാം ക്ലാസ് മുതലുള്ള ഒരു ബന്ധമാണ്. ഞങ്ങൾ ഈ അപ്രയം തിരുമേനിയുടെ അരമനയുടെ വളരെ അടുത്ത ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു വാടകയ്ക്ക്. അന്ന് എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ തിരുമേനിയെ പലപ്പോഴും കാണാൻ വരികയും എന്നെ ഒരു മകനെ പോലെ കണ്ടിട്ടുള്ള ഒരു തിരുമേനിയാണ്. അതിനും അപ്പുറത്ത് സീറോ മലബാർ തൃശ്ശൂർ അതിരൂപതയുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം അപ്രയം തിരുമേനി കാത്തു സൂക്ഷിച്ചിരുന്നു. തിരുമേനി ഒരുപക്ഷെ ഈ സഭകൾ തമ്മിലുള്ള വഴക്കുകളുടെയൊക്കെ ആ കാലഘട്ടത്തിന് ശേഷം തൃശ്ശൂർ അരമനയിലേക്ക് കടന്നു വന്ന് ആ സൗഹൃദം ഊട്ടി ഉറപ്പിച്ച് അതിനൊരു ആരംഭം കുറിച്ച ആളാണ്. അന്ന് മുതൽ ഇന്നുവരെ തൃശ്ശൂർ അതിരൂപതയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വേണമെങ്കിൽ തിരുമേനിയെക്കുറിച്ച് പറയാം. തിരുമേനിയുടെ മെത്രാഭിഷേകത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷം അത് തൃശ്ശൂർ അതിരൂപതയിലെ എല്ലാ വൈദികരുടെയും അൽമായ നേതാക്കളുടെയും മധ്യത്തിൽ വെച്ച് തന്നെ നമുക്ക് ആഘോഷിക്കാനായിട്ട് സാധിച്ചു. വളരെ ഒരു ഇഴയടുപ്പം ഉണ്ടായിരുന്നു. തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാനായിരുന്ന കുണ്ടുകുളം തിരുമേനിയുടെ മെത്രാഭിഷേകത്തിൻ്റെ സമയത്ത് തന്നെ അപ്രയം തിരുമേനി ഒരു മെത്രാനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അന്നുണ്ടായിരുന്നു. വലിയൊരു ഇഴയെടുപ്പം ഈ രൂപതയുമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരുമേനിയുടെ നഷ്ടം തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സൗഹൃദം ഇങ്ങനെ സമാപിക്കുന്നതിൻ്റെ സമയമാണ്. ഇപ്പോഴത്തെ തിരുമേനിമാരായിട്ട് നല്ല ബന്ധം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ തൃശ്ശൂർ പട്ടണത്തിൻ്റെ തൃശ്ശൂരിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാംസ്കാരിക നായകനായിരുന്നു അപ്രയം തിരുമേനി. ആ അർത്ഥത്തിൽ തൃശ്ശൂർ പട്ടണത്തിനും ഈ നഗരത്തിനും ഈ സംസ്കാരത്തിനും വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹം. 57 വർഷക്കാലം ഒരു ബിഷപ്പായിരുന്ന സഭയെ നയിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ദൈവ നിയോഗമാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂരുള്ള മെത്രാന്മാർ, വിവിധ സഭകളിലെ മെത്രാന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് തൃശ്ശൂരിലെ മെത്രാന്മാരുടെ കാരണവരായിട്ടാണ് എപ്പോഴും അപ്രയം തിരുമേനിയെ കാണാറ്. ഞങ്ങളുടെയൊക്കെ ഒരു കാരണവരാണ് മെത്രാന്മാരായിരിക്കുന്നത്. ഞാനതിലൊരു പക്ഷേ ഏറ്റവും ചെറുപ്പമായിട്ടുള്ളൊരു ബേബി ബിഷപ്പായിരിക്കുമ്പോൾ ആ തലത്തിലൊരു കാരണവരാണ് അപ്രയം തിരുമേനി. അതോടൊപ്പം നിൽക്കുന്ന ആളാണ് തൂങ്കുഴി പിതാവ്. ഇവർ രണ്ടുപേരുമാണ് തൃശ്ശൂരിലെ മേൽപ്പെട്ട ശുശ്രൂഷയിലുള്ളവരുടെ കാരണവന്മാർ. മേന്മ എന്ന ഒരുപാട് ഗുണങ്ങളുള്ള പിതാവായിരുന്നു. അതിൽ നോക്കുമ്പോൾ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അപ്രയം തിരുമേനി കാണുന്ന ഒരു സവിശേഷത എന്താ? ഞാൻ കാണുന്നത് എല്ലാ വ്യത്യസ്തതകൾക്കും അപ്പുറത്ത് വലിയ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു തിരുമേനിയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ വിശാലമായൊരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.